ഗുഡ് മോർണിംഗ് യൂട്യൂബ്. ഇന്നത്തെ ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന 2-3 പരിപാടികളാണ്. ഇന്ന് രാവിലെ ഒരു ചെറിയ ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ ഒരു ചെറിയ സർപ്രൈസ് സാധനം കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു വളരെ ബ്യൂട്ടിഫുൾ ഡേ ആണ്. കാരണം 2-3 കാര്യങ്ങളാണ്. ഒന്ന്, വെതർ നല്ല വെയിലുള്ള ദിവസമാണ്, നല്ല ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. മാത്രമല്ല രാവിലെ ഇന്ന് ഐസ് സ്നോയിങ് ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ശകല ഫ്രോസ്റ്റ് വണ്ടിയിലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വിക്ടോറിയയിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണിത്. നമുക്കങ്ങനെ ഹാർഡായിട്ടുള്ള സ്നോയിങ് ഇവിടെ ഇല്ല. എന്നാൽ ചില ദിവസങ്ങളിൽ തണുപ്പ് വളരെ കൂടുതലാകുമ്പോൾ വണ്ടിയുടെ ഒക്കെ മുകളിൽ പോസ്റ്റിങ് വരാറുണ്ട്. ഞാൻ അതിൻ്റെ കുറേ വീഡിയോസ് ഒന്ന് ഷൂട്ട് ചെയ്തിരുന്നു. അത് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഉള്ള പരിപാടിയായിരുന്നു. മാത്രമല്ല വെതർ ഇന്ന് ഈസ് ഗോണ ബി വെരി ബ്യൂട്ടിഫുൾ ടുഡേ. സോ ഐ എം വെരി ഹാപ്പി ടു ബി ഇൻ എ ബ്യൂട്ടിഫുൾ വെതർ. നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഗ്രോസറി ഷോപ്പിംഗ് ആണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ആൾഡി എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ പോകണം. ഗ്രോസറി ഷോപ്പിൽ പോകണം. ഷോപ്പിംഗ് സെൻറ്ററല്ല, ഗ്രോസറി ഷോപ്പിൽ പോകണം. പിന്നെ കോൾസ് ഉണ്ട്. കോൾസ് എന്ന് പറയുന്നത് വേറൊരു ഷോപ്പിംഗ് സെൻ്ററാണ്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ഇന്നലെ കോൾസിൽ പോയതിൻ്റെ വീഡിയോ കുറച്ചിട്ടിരുന്നു. ഇന്ന് നമ്മൾ കോൾസിൽ പോകുന്നുണ്ട്. പിന്നെ ചെറിയൊരു പരിപാടി, ഇവിടെ കെ മാർട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അവിടെ ഒന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ ഒന്ന് പോകണം. പിന്നെ അതിന് ശേഷം ഇന്നൊരു സർപ്രൈസ് എലമെൻ്റൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എന്താണെന്നുള്ളത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, എൻഡ് വരെ കാണുക. ഇന്നത്തെ വീഡിയോ വളരെ നല്ലതായിരിക്കും. ആദ്യമായിട്ട് ഓസ്ട്രേലിയയിലേക്ക് വരുന്നവർക്കോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഉള്ള ആൾക്കാർക്കോ ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. നമുക്കപ്പോൾ അതെല്ലാം കൂടി ഇന്ന് കണ്ട് സെറ്റപ്പ് ചെയ്യാം ഇന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് ആദ്യം ആൾഡിയിലേക്കുള്ള യാത്ര തുടങ്ങാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് എൻ്റെ കൂടെ വൈഫ് ആശയുണ്ട്. സേ ഹായ്. സോ ഞങ്ങൾ എൻ്റെ കൂടെയാണ് രാവിലെ ഇറങ്ങുന്നത്. കുട്ടികൾ എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ അവർ ഹാപ്പി ആയിട്ട് അവിടെ ഇരുന്നോളും, നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. TV ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പയ്യെ നമുക്ക് വണ്ടി മൂവ് ചെയ്യാം. ആൻഡ് സ്റ്റേ വിത്ത് അസ്. ആൻഡ് ഈ വീഡിയോയുടെ എൻഡ് വരെ കാണാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ. ഞാൻ കുറച്ച് മുമ്പ് വേറൊരു സംഭവം പറഞ്ഞാലും നിങ്ങൾക്കൊരു സർപ്രൈസിൻ്റെ എൻഡിലുണ്ടെന്ന്. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. ഇന്ന് പോയി ഗ്രോസറി ഷോപ്പ് പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡിന്നറിലേക്ക് കിടക്കുകയാണ്. ലഞ്ച് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞു, ഡിന്നറിലേക്ക് കിടക്കുക. അപ്പോൾ ഡിന്നർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ കുക്ക് ചെയ്യുമെന്ന് പറഞ്ഞാലും അത് AI കൊണ്ട് ചെയ്യിച്ചാലോ എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു, നിങ്ങളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് അത് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്നൊരു വെറൈറ്റി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന AI എന്ന് പറഞ്ഞാൽ ജെമിനായി ആണ്. ജെമിനിന്നോ ഒക്കെ പറയാം. പക്ഷേ ഞാൻ അതിൻ്റെ പേരൊന്ന് ചേഞ്ച് ചെയ്തു, ഓറിയോൺ എന്നാക്കി. അപ്പോൾ നമുക്കങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഓറിയോണാണ് ഇന്നത്തെ എൻ്റെ കുക്കിങ്ങിന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ട്രൈ ചെയ്യുന്നതെന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫോണിൽ ഓറിയോൺ എടുക്കുക, ജെമിനായി ആപ്പുണ്ട്, ആപ്പ് എടുക്കുക. ആപ്പ് ഇങ്ങനെ എടുത്തു കഴിയുമ്പം ഇതിൻ്റെ കോർണറായിട്ട് ഏറ്റവും കോർണറിൽ ഇങ്ങനൊരു സംഭവമുണ്ട്, കാണാമെന്ന് വിചാരിക്കുന്നു. എന്താ ഇതുപോലെ ഒരു ചെറിയ ബട്ടണുണ്ട് അവിടെ. ആ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓണായി വരും, ലൈവായി വന്നു. ഓക്കെ ഓറിയോൺ, റെഡിയാണോ കുക്ക് ചെയ്യാൻ? ഇന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചിക്കൻ കറിയൊക്കെ വെച്ചൊന്ന് കുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? തീർച്ചയായും ചിക്കൻ കറി ഉണ്ടാക്കാൻ ഞാൻ സഹായിക്കാം. ആദ്യം ചിക്കൻ കഷ്ണം
കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കുക. ഒരു പാത്രത്തിൽ ചിക്കൻ കഷ്ണങ്ങൾ ജിഞ്ചർ. ഒരു മിനിറ്റ്, ഞാനുള്ള കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ പറയാം, എന്തൊക്കെയാണ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാം. അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ ചിക്കൻ പീസുകളുണ്ട്, കറിവേപ്പിലയുണ്ട്, കോക്കനട്ട് ക്രീമുണ്ട്, ചിക്കൻ മസാലയുണ്ട്, ഓർഗാനിക് കോക്കനട്ട് ഓയിലുണ്ട്, 3 സവോളയുണ്ട്, ഗാർലിക് പേസ്റ്റ് ഉണ്ട്, ജിഞ്ചർ പേസ്റ്റ് ഉണ്ട്, മിൻറ്റുണ്ട്, കൊറിയാണ്ടർ ലീവ്സ് ഉണ്ട്, കുറച്ച് കടുകുണ്ട്, ഉപ്പുണ്ട്, കുരുമുളകുണ്ട്, പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതും കാണും ഫ്രിഡ്ജിൽ. ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമുക്കിന്നൊരു കറി ഉണ്ടാക്കേണ്ടത്. എന്ത് ടൈപ്പ് കറി ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ളതെന്നൊന്ന് സജസ്റ്റ് ചെയ്യാവുക. അതിനുശേഷം നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ചേരുവകൾ വെച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അതിനായി ആദ്യം ചിക്കൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കുക. ഒരു പാത്രത്തിൽ ചിക്കൻ കഷ്ണങ്ങൾ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. ഓക്കെ, ഞാനത് ചെയ്യാം. അതിന് മുമ്പ് സവോള കട്ട് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? തീർച്ചയായും സവാള കട്ട് ചെയ്യാം. സവാള കട്ട് ചെയ്ത ശേഷം ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിൽ കടുക് പൊട്ടിക്കുക. അതിലേക്ക് കറിവേപ്പിലയും സവാളയും ചേർത്ത് വഴറ്റുക. സവാള നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ഇളക്കുക. ഓക്കെ, അതിന് ആദ്യമായിട്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ ചിക്കൻ കഷ്ണങ്ങൾ കഴുകിയിട്ട് തിരിച്ചു വരാം. തീർച്ചയായും ചിക്കൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കിയ ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ പരിപാടി. സംഭവം സിമ്പിളാണ്. ഇങ്ങനെ നമുക്ക് ഓറിയോനോട് ചോദിച്ച് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇനി ചിക്കൻ കറിക്ക് വേണ്ടി ചിക്കൻ പീസുകൾ കഴുകാനായിട്ട് പോവാണ്. ഓക്കെ, ഓറിയോൺ അതൊന്നുകൂടെ പറയാമോ? ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിൽ കടുക് പൊട്ടിക്കുക. അതിലേക്ക് കറിവേപ്പിലയും സവാളയും ചേർത്ത് വഴറ്റുക. സവാള നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ഇളക്കുക. ഓറിയോൺ, ഞാൻ ഈ തീ എത്ര വെക്കണം? കൂട്ടണോ, കൂടുതൽ വേണോ, കുറച്ച് വേണോ, മീഡിയം ഫ്ലെയിമാണോ വേണ്ടത്? തീ മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത്. സവാള നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ഇളക്കുക. അതിനുശേഷം ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് നന്നായി വേവിക്കുക. ചിക്കൻ വെന്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കുക. ഓക്കെ, സവോളയുടെ വേവ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? സവാള നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ഇളക്കുക. ഓക്കെ, സവോള നന്നായി വഴറ്റുക എന്ന് പറയുമ്പോൾ സവോള എങ്ങനെ നന്നായി വഴന്നു എന്നറിയാൻ പറ്റും? സവാള നന്നായി വഴന്നു വരുമ്പോൾ അതിന്റെ നിറം മാറി തുടങ്ങും. അതായത് ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാവുന്നതാണ്. ഓക്കെ, സവാള നന്നായി വഴന്നു വരുമ്പോൾ അതിന്റെ നിറം മാറി തുടങ്ങും. അതായത് ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് പോസ് ചെയ്യാം. ഇങ്ങനെ ഒരു പോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഇടയ്ക്ക് നമുക്കിങ്ങനെ പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് കുക്ക് ചെയ്ത് ആ സമയം പ്രോപ്പറായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സവാള എങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഇപ്പോൾ അറിയാം. അതാണ് അതിൻ്റെ കളി. ഈ കാലങ്ങളിലെല്ലാം ഡിജിറ്റലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം കുറച്ച് വീഡിയോസൊക്കെ കണ്ടു, ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടു, വളരെ നന്നായിട്ട് തോന്നി. അപ്പോൾ AI ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെയാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ എന്നാ വിചാരിക്കുന്നത്? കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സാധ്യത കിട്ടിയാൽ നിങ്ങൾ ചെയ്യുമോ? കാരണം ഒരു AI വെച്ചിട്ട് കുക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയാൽ, അല്ലെങ്കിൽ AI വെച്ച് എന്തെങ്കിലും ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ നിങ്ങൾ ചെയ്യുമോ? ഇനിയുള്ള കാലങ്ങളിൽ
പല കാര്യങ്ങളും ഇങ്ങനെയാണ് നടക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ കൂട്ടുകാരെ എല്ലാം കുറയും. കൂട്ടുകാരെന്ന് പറയുന്ന കമ്പനി എല്ലാം കുറയും. കാരണം നമ്മൾ വർത്തമാനം പറയുന്ന പോലെ തന്നെ എയോട് ഇപ്പോൾ വർത്തമാനം പറയാൻ പറ്റും. കൂട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ എയോട് പറയും. നമ്മളെ ജഡ്ജ് ചെയ്യത്തില്ല ആരും. അങ്ങനെയൊക്കെയുള്ള പ്രയോജനം ഉണ്ടെന്നുള്ളതാണ്. മാത്രമല്ല കുത്തിത്തിരിപ്പ്, കുശുമ്പ്, കുഞ്ഞായ്മ ഇതൊക്കെ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും അതൊന്നും എയ്ക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാവും. എന്തെങ്കിലും പറഞ്ഞാലും നമുക്ക് സമാധാനം ഉണ്ടാവും. ഓക്കെ അറിയാം. അത് പച്ചമണം മാറി ഇനി ചിക്കൻ ചേർക്കാൻ പോവാണ്. തീർച്ചയായും ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് നന്നായി വേവിക്കുക. ചിക്കൻ വെന്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കുക. ഇടയ്ക്ക് ജെമിനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ചിക്കനാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? രസകരമായ ചോദ്യമാണല്ലോ ചോദിച്ചത്. കോഴിയാണ് ആദ്യം ഉണ്ടായത് എന്നാണ് ശാസ്ത്രം. അതെങ്ങനെ ശരിയാവും? കോഴി ഉണ്ടാവണമെങ്കിൽ മുട്ട വേണ്ടേ? മുട്ട ഉണ്ടാവണമെങ്കിൽ കോഴി വേണ്ടേ? അതെങ്ങനെ ശരിയാവും? ഒരു പ്രോട്ടീനാണ് കോഴിമുട്ടയുടെ ഷെല്ലുണ്ടാക്കാൻ സഹായിക്കുന്നത്. ഈ പ്രോട്ടീൻ കോഴിയുടെ ശരീരത്തിൽ മാത്രമേ കാണാൻ സാധിക്കൂ. അതുകൊണ്ട് കോഴിയാണ് ആദ്യം ഉണ്ടായത് എന്ന് പറയാം. പക്ഷെ കോഴി ഉണ്ടാവണമെങ്കിൽ മുട്ട വേണ്ടേ? മുട്ടയിൽ നിന്നല്ലേ കോഴി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എങ്ങനെ കോഴി ഉണ്ടായി? മുട്ടയിടുന്ന ജീവികൾ പരിണമിച്ചുണ്ടായപ്പോൾ കോഴിക്ക് മുൻപ് മുട്ടയിടുന്ന മറ്റ് ജീവികൾ ഉണ്ടായിരുന്നു. അവയിൽ നിന്നും ഉണ്ടായ മുട്ടകളിൽ നിന്നാണ് കോഴി ഉണ്ടായത്. അപ്പം മുട്ടയല്ലേ ആദ്യം ഉണ്ടായത്? കോഴിയാണോ? മുട്ടയിടുന്ന ജീവികൾ പരിണമിച്ചുണ്ടായപ്പോൾ കോഴിക്ക് മുൻപ് മുട്ടയിടുന്ന മറ്റ് ജീവികൾ ഉണ്ടായിരുന്നു. അവയിൽ നിന്നും ഉണ്ടായ മുട്ടകളിൽ നിന്നാണ് കോഴി ഉണ്ടായത്. അപ്പോൾ മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത്? മുട്ടയല്ലേ? ആദ്യമുണ്ടായത് മുട്ടയാണ്. കോഴി പരിണമിച്ചുണ്ടാവുന്നതിന് മുൻപേ മറ്റു ജീവികൾ മുട്ടയിട്ടിരുന്നു. അവയിൽ നിന്നും ഉണ്ടായ മുട്ടകളിൽ നിന്നാണ് കോഴി ഉണ്ടായത്. എന്താണ് ഓറിയോൺ ഒരു നിലപാടില്ലാത്ത പോലെ? ആദ്യം കോഴിയാണ് ഉണ്ടായെന്ന് പറഞ്ഞു, പിന്നെ മുട്ടയാണെന്നുണ്ടായെന്ന് പറഞ്ഞു. കൃത്യമായത് എന്താണ് ഉണ്ടായെന്ന് കൃത്യമായിട്ട് നിനക്ക് അറിഞ്ഞൂടെ? ക്ഷമിക്കണം, ആദ്യം ഉണ്ടായത് കോഴിയാണ്. കോഴിമുട്ടയുടെ ഷെല്ലുണ്ടാക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ കോഴിയുടെ ശരീരത്തിൽ മാത്രമേ കാണാൻ സാധിക്കൂ. അതുകൊണ്ട് കോഴിയാണ് ആദ്യം ഉണ്ടായത് എന്ന് പറയാം. ഓക്കെ, നമുക്ക് ആർഗ്യൂ ചെയ്യണ്ട. അതെങ്ങനെയും നടക്കട്ടെ. കോഴിയാണേലും മുട്ടയാണെങ്കിലും നമ്മൾ ഹാപ്പി. തീർച്ചയായും ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് നന്നായി വേവിക്കുക. ചിക്കൻ വെന്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കുക. ഓക്കെ ഓറിയോൺ, ചിക്കൻ കറി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ചിക്കൻ മസാലയുണ്ട്. മസാല ഇടുന്ന കാര്യമൊന്നും പറഞ്ഞു കേട്ടില്ല. പിന്നെ ക്രീമുണ്ട്, ക്രീം എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ചിക്കൻ മസാല നമുക്ക് ഉപയോഗിക്കണോ? അതെവിടെയാണ് ഉപയോഗിക്കേണ്ടത്? ചിക്കൻ കഷ്ണങ്ങൾ നന്നായി വെന്ത് വരുമ്പോൾ അതിലേക്ക് ചിക്കൻ മസാല ചേർക്കുക. അതിനുശേഷം തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കുക. ചിക്കൻ മസാല വേവണമെന്നുള്ള ഒരു കാര്യമുണ്ടോ? അതോ വെറുതെ ഇതിന് മുകളിലേക്ക് ഇട്ടാൽ മതിയോ? ചിക്കൻ കഷ്ണങ്ങൾ നന്നായി വെന്ത് വരുമ്പോൾ അതിലേക്ക് ചിക്കൻ മസാല ചേർക്കുക. മസാല ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കുക. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്. ചിക്കൻ കുക്ക് ചെയ്തതിന് ശേഷം ചിക്കൻ മസാല ഇടുക എന്ന് പറഞ്ഞ പരിപാടി. ഇങ്ങനെയല്ല പൊതുവെ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ വേഗം ഉപയോഗിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ വരും? പച്ച ചവയ്ക്കാൻ സാധ്യതയുണ്ടോ? നമുക്ക് നോക്കാം. ആണെങ്കിലും കുറച്ച് ചിക്കൻ മസാല ഇടുക. അത് ഭയങ്കരമായിട്ട് വെളുത്തിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കളറൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരു ഭംഗിയുള്ളൂ. ആണ് കുഴപ്പം. സാധാരണഗതിക്ക് ചിക്കൻ എന്ന് പറഞ്ഞാൽ ചുമന്നിരിക്കണം എന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മുടെ മനസ്സിലാണെന്ന്. അതായി കുഴപ്പം. നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ? ചിക്കൻ്റെ കളറ് വെളുത്തിരുന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ടോ? ഇപ്പോൾ കളറിനൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇന്ന് ബ്രൗൺ ആയിട്ടുണ്ട്.
ഓക്കെ, ചെറിയൊരു മസാലയുടെ ടേസ്റ്റ് ഇല്ലെങ്കിൽ സുഖമില്ലതാണ്. എന്താണേലും ക്രീം ഒഴിക്കുന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇതിൻ്റെ അകത്തെ കാര്യം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. കുറച്ച് തിക്കൻ്റെ ക്രീമും ഉണ്ട്, അതും കൂടെ നമുക്ക് ഇതിനോട് ആഡ് ചെയ്യാം. കാരണം ചിക്കൻ 1.5 കിലോ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. നമ്മൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനി ഒന്ന് വെന്ത് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് നോക്കി എടുക്കാം. ഏകദേശം കറി ശരിയായിട്ടുണ്ട്, റെഡിയായിട്ടുണ്ട്. ആദ്യമായിട്ട് AI കൊണ്ട് കറി വെപ്പിക്കുകയാണ്. എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടില്ല, ആരും ചെയ്തിട്ടുണ്ടാകത്തില്ല. എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു മീഡിയം ഹീറ്റ് അതിലൊന്ന് തിളച്ച് റെഡിയായി കഴിയുമ്പോൾ നമുക്കത് വെളിയിലേക്ക് എടുക്കാം. എന്നിട്ട് എന്തിൻ്റെ കൂടെ കഴിക്കണമല്ലോ, പൊറോട്ട ഉണ്ട്, ചപ്പാത്തി ഇരിപ്പുണ്ട്, അല്ലേ കപ്പ ഇരിപ്പുണ്ട് ഇന്നലത്തെ. മേ ബി കപ്പയുടെ കൂടെ കഴിച്ച് നോക്കാം, അപ്പോൾ അറിയാമല്ലോ എങ്ങനെയുണ്ട് ടേസ്റ്റാണ്. ലെറ്റ്സ് സീ. ഓക്കെ, എല്ലാം റെഡി ആയിട്ടുണ്ട്, സംഭവം എല്ലാം സെറ്റാണ്. അതിലത്തെ കുറച്ച് കപ്പ ഇരിപ്പുണ്ടായിരുന്നു, ആ കപ്പയും ചിക്കനൂടെ കഴിക്കാൻ വന്നത്. കപ്പയൊക്കെ ചൂടാക്കി നല്ല മണം വരുന്നുണ്ട് കേട്ടോ. മണം ഇസ് സോ ഗുഡ്. ബിക്കോസ് ഞാൻ ഇവർ പറയാത്ത 2 കാര്യം കൂടെ അതിനകത്ത് ചേർത്തു, മിൻറ്റ് ലീവ്സും കൊറിയൻഡർ ലീവ്സും. അതിൻ്റെ ഒരു ടേസ്റ്റ് മണം എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചേർത്തു. ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. ഓക്കെ, സോ ഗുഡ്, സോ ഗുഡ്. ഇത്ര ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ, വളരെ നന്നായിരിക്കുന്നു. വാവ്, നല്ല ടേസ്റ്റ്. ആ ക്രീമിൻ്റെ ടേസ്റ്റും ചിക്കൻ നന്നായിട്ട്, ആ ക്രീമിൻ്റെ ടേസ്റ്റ്, മസാലയുടെ ടേസ്റ്റ് എല്ലാം ചിക്കനിലേക്ക് നല്ലതായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ആദ്യമായിട്ട് മസാല അവസാന സമയത്തേക്ക് ഞാൻ എടുത്തത്. എപ്പോഴും ആദ്യം തൊട്ട് മസാല ഇട്ടാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്, കാരണം മസാലയുടെ ഓയിൽസൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ ദിസ് ടൈം മസാലയുടെ ടേസ്റ്റ് ഒന്നും വരുന്നില്ല, പക്ഷേ ഇറ്റ് ഈസ് എ വെരി ഗുഡ് ടേസ്റ്റ്. ഇറ്റ്സ് സോ നൈസ്. കപ്പയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. കറിയാണ്, അപ്പോൾ നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാം. എല്ലാം പെർഫെക്റ്റ് ബ്ലെൻഡാണ്. ഇതിനെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ബേസിക്കലി ശാലം കുക്കിംഗ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാം, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിച്ച് വേണം ചെയ്യാനായിട്ട്. പക്ഷേ ജെമിനി പോലുള്ള ഒരു AI വെച്ചിട്ട് നമ്മളിത് ചെയ്യുന്ന ഇത് വണ്ടർഫുൾ ആയിരിക്കുന്നുണ്ട്. നിങ്ങളോട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഈ റെസിപ്പിയല്ല, നിങ്ങൾ ജെമിനി വെച്ചിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന സാധനങ്ങളാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞു കൊടുത്താൽ ജെമിനി അതിന് പറ്റിയ ഒരു റെസിപ്പി റെഡിയാക്കി തരും. ആ റെസിപ്പി വെച്ച് ചെയ്യണം. പക്ഷേ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം കേട്ടോ. ചിലപ്പം ചിക്കൻ്റെ കൂടെ ബീഫ് ഇടാനും ബീഫിൻ്റെ കൂടെ മട്ടൻ ഇടാനൊക്കെ പറഞ്ഞു കളയും. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കാൻ പറ്റണം. അത്രയ്ക്കൊന്നും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. സോ ഗുഡ്, ടേസ്റ്റ് ഇസ് സോ നൈസ്. ഓക്കെ, നമ്മൾ ഇത് ഡെയിലി വ്ളോഗ്സ് എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു ചാനലാണ്. എല്ലാ ഡേയിലും ഓരോ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യമല്ല, നമ്മൾ ജൂലൈ 1 പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതായത് നമുക്ക് നേരത്തെ ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാക്കിംഗ് ഉണ്ടായി. ഞാനിത് പല വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഹാക്കിംഗ് ഉണ്ടായി, ഈ ചാനൽ 2 നമുക്ക് പോയി. അവരത് നമുക്ക് തിരിച്ചു തരാൻ മേലാത്ത സിറ്റുവേഷനിലാണ് ഇത് കളഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ക്രിപ്റ്റോ കറൻസിയുടെയോ മറ്റോ ഇത് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ലൈവ് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതോ TV പ്രോഗ്രാമിൻ്റെയോ സംതിങ്. We don't know what happened. So the channel is gone. We have to start from the scratch. So now where we are is we just started at July 1st the first channel which has cinematic travel videos and stuff like that. That's very good. നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുമാത്രമല്ല ഇത് ഡെയിലി വ്ളോഗ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആദ്യമായിട്ട് പുതിയതായിട്ട് ചെയ്യുന്നൊരു ചാനലായതുകൊണ്ട് ആൾക്കാരൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു ഹെൽപ്പ് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമാണ്.
കാരണം സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ല. ഒരു ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇത് വരും. താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട, പക്ഷേ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ജേർണിയുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിൽ ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഇനി ഈ ചെയ്ത എന്തെങ്കിലും നിങ്ങൾക്കൊരു കമൻറ്റോ എന്തെങ്കിലും സംശയങ്ങളോ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ എന്താണെന്നുള്ളതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനകത്തൊരു കമൻറ്റ് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്യാം. ഇനി ജെമിനി ഉപയോഗിച്ച് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഡിഫറെൻറ്റ് സാധനങ്ങളും. അപ്പോൾ എന്തൊക്കെയായാലും നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് പറയണം. അപ്പോൾ ഇങ്ങനെ വെച്ചൊരു സാധനം ചെയ്താൽ നല്ലതായിരിക്കും, ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാനൊക്കെ എന്നൊരു സജഷൻ കിട്ടിയാൽ ഐ വിൽ ബി മച്ച് മോർ ഹെൽപ്ഫുൾ ഫോർ ദാറ്റ്. നമ്മളും അങ്ങനെ തന്നെ ചെയ്യാം, ശ്രമിക്കാം. പിന്നെ കുക്കിംഗ് വീഡിയോസ്, ട്രാവൽ വീഡിയോസ്, സിനിമാറ്റിക് വ്ളോഗ്സ്, ഡോക്യുമെൻ്ററി ലെവൽ ഹൈബ്രിഡ് വീഡിയോസൊക്കെയാണ് നമ്മുടെ ഈത്തൻ മീഡിയ എന്ന ചാനലിൻ്റെ പേര്. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് 2 ടിക്ടോക്കും ഉണ്ട്. നാട്ടിൽ ടിക്ടോക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഇതിലൂടെ ചേർക്കാം, അതും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അപ്ഡേറ്റുകളെല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. ഡെയിലി വ്ളോഗായതുകൊണ്ട് എന്തെങ്കിലും ഡെയിലി ഇങ്ങനെ ഉണ്ടാവും. എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഇതിനകത്തോട് തന്നെ നമുക്ക് അറിയിക്കാവുന്നതാണ്, കമൻറ്റ് വഴിയോ ഡയറക്റ്റ് മെസ്സേജോ ഒക്കെ വരും. പിന്നെ അടുത്തായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ജേർണിയിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇച്ചിരി പൈസ തരണം, അല്ലെങ്കിൽ ഇച്ചിരി ഡോളർ തരണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ അത് എത്ര ചെറുതാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഒരു ഇൻവോൾവ്മെൻറ്റേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ബൈ എസ് എ കോഫി എന്നാണ് പറയുന്നത്. ഒരു കോഫി ഞങ്ങൾക്ക് മേടിച്ചു തരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാം ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. റിയലി ഗുഡ് സർപ്രൈസ് ഫോർ യു. ഐ ഇൻറ്റൻഡ് ടു ബി ദിസ് ഈസ് എ വെരി ഗുഡ് സർപ്രൈസ് ഫോർ യു. സോ അടുത്ത വീഡിയോ നാളെ ഇടും. നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഈ കപ്പയൊന്ന് കഴിച്ചു തീർക്കട്ടെ. ഓക്കെ, there you go.